നമസ്തേ. സാക്ഷരതാ മിഷൻ്റെ +2 ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഹിന്ദി ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ പാഠമാണ് ഞാനിപ്പോൾ നിങ്ങളുമായി ഇൻട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ പാഠം നമ്മൾ മേരി വസിയത്ത് എന്ന് പറഞ്ഞ എൻ്റെ അവകാശം എന്നുള്ള പാഠം നമ്മൾ പഠിക്കുകയും അതിൻ്റെ നോട്ട്സൊക്കെ അയച്ചു തരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ പാഠം ഒരു ഹൈക്കു എന്ന് പറയുന്ന ഒരു കവിതയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഹൈക്കു എന്ന ഒരു പദം പരിചയപ്പെടുന്നത്. ഹൈക്കു എന്ന് പറയുന്നത് ഇത് മൂലമായിട്ട് ജപ്പാനി രൂപമാണ്. ജപ്പാനിൽ പ്രചലിതമായ ഒരു ശൈലിയാണ് ഹൈക്കു ശൈലി. അപ്പം നമ്മളിവിടെ ദോഹ എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ മലയാളത്തിൽ കുഞ്ഞുണ്ണി മാഷിൻ്റെ ശൈലികൾ പോലെ വളരെ കാച്ചിക്കുറുക്കിയ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എഴുതുന്ന കവിതയാണ് ഹൈക്കു എന്ന് പറയുന്നത്. ഈ പാഠം പഠിക്കാൻ വെച്ചിരിക്കുന്നത് ഹൈക്കു കവിതാക്ക സാമാന്യ പരിചയ പാക്കർ ആസ്വാദൻ ടിപ്പണി ലിഖന എന്നുള്ളതാണ് നമ്മുടെ പഠന നേട്ടം. അതുപോലെ ഹൈക്കു കവിതാ की ശൈലി പഹചാൻകർ ഉസ്കി വ്യാഖ്യ കർത്താ ഹൈ. എന്താണ് ഹൈക്കു കവിത? ഹൈക്കു കവിത നമ്മളിവിടെ പഠിക്കാൻ പോകുന്നതിൽ 3 വരികൾ മാത്രമേ കാണത്തുള്ളൂ. ആദ്യത്തെ വരിയിൽ 5 അക്ഷരവും, രണ്ടാമത്തെ വരിയിൽ 7 അക്ഷരവും, മൂന്നാമത്തെ വരിയിൽ 5 അക്ഷരവും അടങ്ങുന്ന 5, 7, 12, 5, 17 അക്ഷരങ്ങൾ മാത്രമുള്ള ഒരു കവിതയാണ് ഹൈക്കു കവിത എന്ന് പറയുന്നത്. ഈ പാഠം തുടങ്ങുന്നതിന് മുമ്പ് ഇതിൽ കൊടുത്തിരിക്കുന്ന ചില വാക്കുകളുടെയും ആശയങ്ങൾ ഞാൻ വിശദീകരിക്കാം. देखने को छोटा लगे खाव करे गंभीर, तीर देखने में छोटा ही होता है तो भी वह गहरी चोट पैदा कर सकता है. എന്ന് പറഞ്ഞാൽ എന്താ? അമ്പ് കാണുന്നതിൽ വളരെ ചെറിയ സാധനമാണ്. അമ്പ് മില്ലുന്ന അമ്പ്, പക്ഷെ അതുകൊണ്ട് ഏൽക്കുന്ന മുറിവോ തോബി വഹ് ഗഹരി ചോട്ട് പൈദാ കർ സക്താ ഹൈ, വളരെ ആഴത്തിലേറിയ ഒരു മുറിവാണ് നമുക്ക് എത്തിക്കുന്നത്. അപ്പൊ ഇവിടെ ഹൈക്കു കവിത എന്ന് പറയുന്നതോ ഹിന്ദിയിലെ പഴയ സമ്പ്രദായത്തിലുള്ള ദോഹ ശൈലി എന്ന് പറയുന്നതോ നമ്മൾ പഠിച്ചത് ഗാഗർമേം സാഗർ ഭർനേക്ക് ശക്തി ഉസ്മേ ഹൈ. ഒരു കുടത്തിൽ ഒരു സമുദ്രത്തിനെ തന്നെ ആവാഹിക്കാനുള്ള കഴിവ് ഈ ചെറു കവിതകൾക്ക്, ചെറു കവിത ശകലങ്ങൾക്ക് എന്ന് പറയാം. അതാണ് ശരി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഗാഗർമേ സാഗർ ഭർണ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു കുടത്തിൽ സമുദ്രത്തിനെ ആവാഹിക്കുക. ഞാൻ വാക്യാർത്ഥത്തിലോട്ടല്ല പോകുന്നത്, ലക്ഷ്യാർത്ഥത്തിലോട്ടാണ് പോകുന്നത്. ഒരു കുടത്തിൽ സമുദ്രത്തിനെ നമുക്ക് ആവാഹിക്കാൻ പറ്റില്ല, പക്ഷേ ഒരു സമുദ്രത്തോളം അനന്തമായ അറിവിനെ നമ്മൾ ഒരു കുടത്തോളം ചെറിയ ഒരു കൈക്കുമ്പിളിൽ എങ്ങനെ നിറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഹൈക്കു കവിതയുടെ ഒരു ഉദ്ദേശം. ദോഹയിൽ അങ്ങനെയാണ്. ഓരോരോ ദോഹ 2 വരികൾ മാത്രമേ ഉള്ളൂ എങ്കിലും അതിന്റെ അർത്ഥം 1, 2 പേജ് എഴുതിയാൽ തീരത്തില്ല. കബീർ കെ ദോഹെ, റോസി കെ ദോഹെ, സൂർദാസ് കെ ദോഹെ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ പഠിച്ചതാണ്. അപ്പൊ ഇത് ജപ്പാനി ശൈലി നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുക എന്നതാണ് ഈ പാഠം പഠിക്കുന്നതിന്റെ പിന്നിൽ ഉദ്ദേശം. ഇപ്പോഴത്തെ ഒരു വിദ്യാഭ്യാസ വകുപ്പിന്റെ +2 ഹയർ സെക്കൻഡറിയിൽ നോർമലായി പഠിച്ചു വരുന്ന കുട്ടികൾക്കും ഹൈക്കു പഠിക്കാൻ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഈക്വലൻസി അല്ലെങ്കിൽ തത്തുല്യ എന്ന് പരീക്ഷ എന്ന് പറയുന്നത്. വളരെ എളുപ്പമാണ്. ആശയം ഞാൻ പറഞ്ഞു തരാം. ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ടും റെക്കോർഡഡ് ക്ലാസ് ആയതുകൊണ്ടും നേരത്തെ പോലെ തന്നെ ഇത്ര സ്പീഡിലായിരിക്കും എടുക്കുക. നിങ്ങൾക്ക് വീണ്ടും വീണ്ടും റെക്കോർഡ് ചെയ്ത് കേൾക്കാനുള്ള സമയമുണ്ട്, സാവകാശം വേണം. സംശയങ്ങൾ ചോദിക്കാം. एक सफल कलाकार अपनी अनुभूतियों को कम से कम अक्षरों में पाठकों को समर्पित करता है. ഒരു വിജയശ്രീ ലാളിതനായ അല്ലെങ്കിൽ ഒരു വിജയിയായ ഒരു കലാകാരൻ തൻ്റെ അനുഭൂതികളെ വളരെ കുറച്ച് അക്ഷരങ്ങളിൽ മാത്രമാണ് പഠിതാക്കളുടെ മുന്നിൽ സമർപ്പിക്കുന്നത്. ലഘു കവിത ഹൈക്കു ജപ്പാനി സംസ്കൃതിക്ക് ഉപജഹ. ഈ ചെറിയ കവിതയായ ഹൈക്കു ഒരു ജപ്പാനി സംസ്കാരത്തിന്റെ ഒരു പ്രോഡക്റ്റാണ്. ആജ് ഹിന്ദിക്ക് കുച്ച് ഹൈക്കുओं का ആസ്വാദൻ കരെ. നമുക്കിന്ന് ഹിന്ദി ഭാഷയിലെ കുറച്ച് ഹൈക്കുവിനെ ഒന്ന് പരിചയപ്പെടാം. ആദ്യം ഇതിന്റെ കവി ഒന്ന് ആരാ നോക്കാം. കവി പരിചയം.
ഡോക്ടർ എസ് ഡി തിവാരി ആധുനിക ഹിന്ദി കവിതാക്ക് പ്രമുഖ ഹസ്താക്ഷർ है. ആധുനിക ഹിന്ദി സാഹിത്യത്തിന്റെ ഏറ്റവും പ്രമുഖനായ വക്താവാണ് ഡോക്ടർ എസ് ഡി തിവാരി. वे दिल्ली में रहते हैं. അദ്ദേഹം ദില്ലിയിൽ തന്നെയുണ്ട്, ഇപ്പോഴും ജീവനോടെയുണ്ട്. उन्होंने एक प्रतिष्ठित कंपनी के मानव संसाधन और सामग्री प्रबंधन का कार्यभार संभाला है. ഒരു വളരെ വലിയ കമ്പനിയുടെ മാനവ സംസാധൻ और सामग्री प्रबंधन का ഹ്യൂമൻ റിസോഴ്സസ് അതിൻ്റെ റിസർച്ചിൻ്റെ അവിടെ ഉള്ള പ്രബന്ധൻ തയ്യാർ, പ്രബന്ധക്, മാനേജർ, മാനേജിംഗ് ഡയറക്ടർ ഒക്കെയുള്ള അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കിയാൽ മതി. കവിത ലിഖനേക്ക് ഉൻകി രുചി ബേജോഡ് है. കവിത എഴുതാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് അദ്വിതീയമാണ്. ഉന്നെ നയ നയ സ്ഥാനവുമേ സഫർ കർണേക്ക് ശക്തി, പുതിയ പുതിയ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാനുള്ള താല്പര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. माम गंगा बांड डालो, नानी का घर आया बसंत, उर्मिला का विरह, जिंदगी है बहता पानी, हिंदी ഹൈക്കു ശരാബ് ആദി പ്രമുഖ രചനായകൻ. ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രമുഖമായ രചനകളാണ്. പരീക്ഷയ്ക്ക് പ്രൊഫൈൽ ചോദിക്കും. ഇദ്ദേഹത്തിന്റെ പ്രൊഫൈലും വന്നാൽ ഈ പാരഗ്രാഫ് നിർബന്ധമായും പഠിച്ചിരിക്കണം. 5 മാർക്കിന്റെ ചോദ്യമാണ് ലേഖക് പരിചയം. എല്ലാ പാഠത്തിന്റെയും ലേഖക് പരിചയം 5 മാർക്കിന്റെ ചോദ്യമോ ഏതിൽ ആണ് വരുന്നതെന്ന് നമുക്കറിയില്ല. പാഠഭാഗത്തിലോട്ട് പോവാം. ഹൈക്കു पेज नंबर 20. नदी लापता, बरसात का अभी पता भी नहीं. ആദ്യത്തെ വരി ഇത്രേ ഉള്ളൂ. നദി ലാപത്ത, ന ദി രണ്ടാമത്തെ വരി, ന ദി 2 അക്ഷരം, ലാ 3 അക്ഷരം, പ 4 അക്ഷരം, ത 5 അക്ഷരം. രണ്ടാമത്തെ വരി നോക്കാം. ബർസാത്ത് ക അഭി, ബ ബർ സാത്ത് കാ അഭി, അഭി 7 അക്ഷരം. മൂന്നാമത്തെ വരി പതാ ഭി നഹീം, പ താ ഭി നഹീം 5 അക്ഷരം. വളരെ കൃത്യമായിരിക്കണം ഇത് പാലിക്കേണ്ട നിയമം. കവിത തീർന്നു. ഒരു ഹൈക്കുവിന് മറ്റൊരു ഹൈക്കുമായിട്ട് ബന്ധമില്ല. അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ഇതാദ്യം മനസ്സിലാക്കുക. ഹൈക്കു എന്താണെന്ന് മനസ്സിലാക്കുക. ആദ്യത്തെ വരിയിൽ 5 അക്ഷരം, രണ്ടാമത്തെ വരിയിൽ 7 അക്ഷരം, മൂന്നാമത്തെ വരിയിൽ 5 അക്ഷരം മാത്രം അടങ്ങുന്ന ഒരു ലഘു കവിതയാണ് ഹൈക്കു എന്ന് പറയുന്നത്. ജപ്പാനീസ് ശൈലിയാണെന്ന് മനസ്സിലാക്കുക. ഇനി നോക്കാം ഓരോന്നിൻ്റെ അർത്ഥം. നദി ലാപ്പത്ത, ലാപ്പത്ത എന്ന് പറഞ്ഞാൽ ജിസ്കാ പത്താ നഹീ ഹൈ, കാണാനില്ല. ബർസാത്ത്, ബർസാത്ത് എന്ന് പറഞ്ഞാൽ മഴ. കാഫി പതാഭി നഹി, മഴയെക്കുറിച്ചുള്ള യാതൊരു ലക്ഷണവുമില്ല. ഇതിൻ്റെ ഭാവാർത്ഥം ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പേജ് നമ്പർ 22 ഹൈക്കു ക സാരാംശം എന്ന് പറഞ്ഞ് 1, 2, 3, 4, 5 കൊടുത്തിട്ടുണ്ട്. നന്നായി പഠിച്ചുകൊള്ളുക. बारिश के अभाव में सूख जाने वाली नदी की हालत का वर्णन इसमें मिलता है. മഴയുടെ അഭാവത്തിൽ ഉണങ്ങിപ്പോകുന്ന വറ്റി വരളുന്ന നദിയുടെ അവസ്ഥയാണ് വർണ്ണനയാണ് ഈ ഹൈക്കുവിൽ ലഭിക്കുന്നത്. നദി ലാപത്താ ഹൈ, यानी जल के अभाव में मृतप्राय नदी अब सूख कर गायब हो गई है. നദിയെ കാണാനില്ല. यानी जल के अभाव में, അല്ലെങ്കിൽ ജലത്തിന്റെ അഭാവത്തിൽ മൃതപ്രായ, മരിക്കാൻ പ്രായമായിരിക്കുന്ന നദി ഇപ്പോൾ ഉണങ്ങി വരണ്ട് കാണാതായിരിക്കുന്നു. നമ്മുടെ ഭാരതപ്പുഴയുടെ അവസ്ഥ, ചാലിയാർ പുഴയുടെ അവസ്ഥ, കേരളത്തിൽ ഒത്തിരി പുഴകൾ വരളുകയാണ്. അപ്പോൾ കേരളത്തിലെ മാത്രമല്ല ഭാരതത്തിലെ തന്നെ ഒത്തിരി പുഴകൾ വറ്റി വരണ്ടുകൊണ്ടിരിക്കുന്നു. എൻ്റെ അർത്ഥം വലിയൊരു ചോദ്യചിഹ്നത്തിലോട്ടാണ് ഈ ഹൈക്കു നമ്മളെ കൊണ്ടുപോകുന്നത്. വരൾച്ചയാണ്, ജലമലിനീകരണമാണ്, അതിനകത്താണ് ചോദിക്കുന്നത്. അടുത്ത നോക്കാം. അഭി വർഷാ ഹോനേക്ക് സംഭാവന ഭി നഹി, ഇപ്പം മഴ പെയ്യാനുള്ള യാതൊരു സാധ്യതയുമില്ല. ധർത്തി കി ഹരിയാലി നഷ്ട കർനെ വാലെ മനുഷ്യ കി ഓർ ഭി സങ്കേത് മിൽത്താ ഹൈ. ഭൂമിയുടെ പച്ചപ്പ് നശിപ്പിക്കുന്ന മനുഷ്യന്മാരെയും ഈ കവിത അല്ലെങ്കിൽ ലഘു കവിത ഹൈക്കു സൂചിപ്പിക്കുന്നു. അല്ലെങ്കിൽ അവരെ കുറിച്ചും നമുക്ക് സങ്കേത് മിൽത്താ ഹൈ, സൂചന ഈ ഹൈക്കുവിലൂടെ ലഭിക്കുന്നു. ഹൈക്കു കാണാതെ പഠിക്കേണ്ട, ഭാവാർത്ഥം എഴുതാനുണ്ടാവും. സാരാംശം ഇത് തന്നെ പഠിച്ച് ഈ 5 നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കണം. ആശയം മനസ്സിലായല്ലോ? ഇതിനകത്ത് പറയുന്ന മെയിൻ പോയിന്റ് ജല ചൂഷണം, ജലമലിനീകരണം ഒക്കെയാണ്. അത് ചെയ്യുന്ന മനുഷ്യരെയും ഇതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, പരാമർശിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ നോക്കാം. ബീത്ത് ജാതി ഹൈ മോംബത്തി കി രാത് ആംസു में ही. അക്ഷരം നിങ്ങൾ പിന്നീട് എണ്ണിക്കോളുക, ടെക്സ്റ്റ് ബുക്ക് നോക്കി. ബീത്ത് ജാതി ഹൈ ആദ്യത്തെ വരി, മോംബത്തി കി രാത് രണ്ടാമത്തെ വരി, ആംസു में ही മൂന്നാമത്തെ വരി. ബീത്ത് ജാതി ഹൈ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോകുന്നു
എന്ത്? മോംബത്തിക്ക് രാ. മോംബത്തി എന്ന് പറഞ്ഞാൽ മെഴുകുതിരി. മെഴുകുതിരിയുടെ രാത്രി കഴിഞ്ഞു പോകുന്നു. എങ്ങനെ? ആംസുമേഹി. ആംസു എന്ന് പറഞ്ഞാൽ കണ്ണുനീര്. കണ്ണുനീരിൽ തന്നെ കഴിഞ്ഞു പോകുന്നു. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഭാവന വരണം, ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചാൽ മെഴുകുതിരി സ്വയം അലിഞ്ഞ് ഇല്ലാതാവുകയാണ്. സ്വയം കത്തി എരിയുമ്പോൾ അതിന്റെ ശരീരത്തിൽ കൂടെ തന്നെ മെഴുകി ഇങ്ങനെ അലയുകയാണ്. ഇങ്ങനെ എത്ര മനുഷ്യരെ നമുക്ക് കാണാം ജീവിക്കുന്നവരെ, അല്ലെ? സ്വയം ഒരു മെഴുകുതിരി പോലെ ജീവിക്കുന്ന നമുക്ക് ചുറ്റുമുള്ള കുറേ കഠിനാധ്വാനികളായ മനുഷ്യരെ നമുക്ക് കാണാം. ഇതിന്റെ ഭാവാർത്ഥം ഇതാണ്: അഭാവപൂർണ്ണ ജീവൻ ബിതാനെ വാലെ ലോഗോं की हालत मोमबत्ती के समान है. അഭാവപൂർണ്ണ എന്ന് പറഞ്ഞാൽ പലതിൻ്റെയും അഭാവം, ധനത്തിൻ്റെയും പിന്നെ പാർപ്പിടത്തിൻ്റെയും അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെയും ഒക്കെ അഭാവത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ അവസ്ഥ ഒരു മെഴുകുതിരിയെ പോലെയാണ്. എസ് ഡി തിവാരി ने इस हाइकू में पीड़ितों की हालत का मार्मिक वर्णन किया है. എസ് ഡി തിവാരി എന്ന് പറയുന്ന കവി ഈ ഹൈക്കൂല് പീഡിക്കപ്പെടുന്ന, ചൂഷണം ചെയ്യപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ അവസ്ഥയെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. മോംബത്തിക്ക് രാത് ആംസുമേ ഹി ബീത് ജാത്തി ഹൈ. മെഴുകുതിരിയുടെ രാത്രികൾ എപ്പോഴും കണ്ണുനീരിൽ തന്നെയാണ് കുതിർന്നിരിക്കുന്നത്. മോംബത്തി രാത് പർ ജൽക്കർ സ്വയം നഷ്ടു ഹോ ജാത്തി ഹൈ. ഒരു രാത്രി മുഴുവൻ മെഴുകുതിരി കത്തിച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്തിൽ സ്വയം കത്തിയെരിഞ്ഞ് ആ പ്രദേശം പ്രകാശമാക്കുകയും സ്വയം ഇല്ലാതാവുകയും ചെയ്യുകയാണ് മെഴുകുതിരി. തബി ദുനിയാമേ പ്രകാശ് ഫൈലാത്ത. എത്ര ആശയം നോക്കൂ. സ്വയം കത്തിയെരിഞ്ഞ് ഇല്ലാതാവുകയാണ്. മോംബത്തി രാത് ഭർ ജൽക്കർ സ്വയം നഷ്ടു ഹോ ജാത്തി ഹൈ. രാത്രി മുഴുവൻ ആ രാത്രിയെ ഇരുട്ടിനെ മാറ്റി നമുക്ക് വെളിച്ചം തരുന്നു. വെളിച്ചം തന്നുകൊണ്ട് സ്വയം ഇല്ലാതാവുന്നു. തബി ദുനിയാമേ പ്രകാശ്. അപ്പോഴും പോലും മനുഷ്യന് അല്ലെങ്കിൽ വെളിച്ചം നമുക്ക് തരുന്നു. ലോകത്ത് വെളിച്ചം പകർന്നുകൊണ്ട് സ്വയം ഇല്ലാതാകുന്ന ഈ മെഴുകുതിരിയെ പോലെയുള്ള നിരവധി മഹാത്മാക്കൾ നമുക്ക് ചുറ്റുമുണ്ട്. നമുക്ക് ഒത്തിരി ആൾക്കാർ നമുക്ക് ചുറ്റും നമ്മുടെ പ്രദേശത്തുണ്ട്. അവരെ ഒന്ന് നിരീക്ഷിക്കുക, നമ്മുടെ ജീവിത രീതി ഒന്ന് നിരീക്ഷിക്കുക. അവരോട് മനസ്സിലാക്കേണ്ടത് എന്താണ്? അഭാവപൂർണ്ണ ജീവൻ ബിതാനെ വാലെ കഷ്ടതാമേ സഹനെ വാലെ ലോഗോं की दुर्दशा पर कवि यहाँ पर प्रकाश डाला है. മൂന്നാമത്തെ വാക്യം फूलों के आगे. ആദ്യത്തെ വരി ഭൗര ഭുൻഭുനാത്ത. മൂന്ന് അപ്നി വ്യഥ. മൂന്നാമത്തെ വരി. അപ്പം 5, 7, 5, 5 വരും 12, 5, 17 വരി 17 അക്ഷരം മാത്രം അടങ്ങുന്ന ഓരോ കവിത നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ കവിതകൾ തയ്യാറാക്കാം. ഫൂലോക്കെ ആകെ. ഫൂൽ എന്ന് പറഞ്ഞാൽ പൂക്കൾ. പൂക്കൾക്ക് മുന്നിൽ ഭൗര ഭ്രമൻ വണ്ടുകൾ. ഭുൻഭുനാത്ത മുരളുക. അപ്നി വ്യഥ തങ്ങളുടെ ദുഃഖം മുരൾ. ഇതാണ് വാക്യാർത്ഥം. പക്ഷെ ലക്ഷണാർത്ഥം വേറെയാണ്. നമ്മൾ കാണുമ്പോൾ എന്താണ് ശരിക്കും പറഞ്ഞാൽ പൂക്കൾ വിരിഞ്ഞു നിൽക്കുമ്പോൾ പൂക്കളുടെ മുന്നിൽ വന്ന് തേൻ കുടിക്കാൻ വരുന്ന വണ്ടുകൾ മുരണ്ടൊരു കൊണ്ടുപോകുന്നു. പക്ഷെ കവിയുടെ ഭാവന എന്താണ്? കവി കവിതാഹെ പ്രേം പീഡ പഹുഞ്ചാനെ വാല ഹെ. എപ്പോഴും പ്രേമം പീഡ പഹുഞ്ചാത്താ ഹെ. പ്രേമം എപ്പോഴും വേദന നൽകുന്നതാണ്. ഒരാളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വേദന നൽകുന്ന ഒന്നാണ്. പരന്തു വഹി പീഡ പ്രേം കി കസൗട്ടി ഹൈ. അതേ വേദന പ്രേമത്തിന്റെ തന്നെ കസൗട്ടിയുമാണ്. നമ്മൾ പ്രേമിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒന്നാണ്, സ്നേഹിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കാവുന്നതാണ്. अपने प्रेम में भौरा फूलों के सामने अपना सर्वस्व अहम नष्ट करता है और फिर सब कुछ प्राप्त करता है. प्रेम पीड़ा पहुंचाने वाला है. प्रेम पीड़ा पहुंचाने वाला है, परंतु वही पीड़ा प्रेम की कसौटी है. अपने प्रेम में भौरा फूलों के सामने अपना सर्वस्व नष्ट करता है और फिर सब कुछ प्राप्त करता है. നിങ്ങൾ കണ്ടിട്ടില്ലേ? പൂക്കൾ വിരിയുന്നതിന് മുമ്പ് തന്നെ അതിനകത്ത് തേൻ കുടിച്ചിരുന്നിരുന്ന് ഭയങ്കര രാത്രിയാവുമ്പോൾ കൂമ്പിപ്പോകുന്ന പൂക്കൾ. അടുത്ത ദിവസം ഈ വണ്ട് ആ കൂമ്പി നിൽക്കുന്ന ആ പൂക്കളിൽ നിന്ന് വെളിയിലോട്ട് വരുമ്പോൾ ആ ഇതളുകൾക്കെല്ലാം ഓട്ടം സംഭവിക്കുന്നു, അല്ലെ? അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? അപ്പനെ പ്രേമയും ഭൗര, തന്റെ സ്നേഹത്തിൽ ഈ ഭൗര, ഈ വണ്ടുകൾ ഫൂലോം കെ സാമനെ, പൂക്കളുടെ അടുക്കൽ അപ്പനാ സർവസ്വ, തന്നെ സമർപ്പിക്കുകയാണ്. और फिर सब कुछ प्राप्त करता. പിന്നീട് മുഴുവൻ സബ് കുച്ച് പ്രാപ്ത് കർത്ത, എല്ലാം അതിന് ലഭിക്കും. തേനും അതിന്റെ രസവും മകരന്തം എല്ലാം അത് പ്രാപ്തി. അപ്പൊ പ്രേമത്തിനെ കുറിച്ചാണ് ആ വരി പറയുന്നത്. പ്രേം ഹമേശ പീഡ പഹുഞ്ചാനെ വാല ഹൈ.
പ്രേമം എപ്പോഴും നമുക്ക് വേദന നൽകും, എല്ലാ അർത്ഥത്തിലും. 4 महकुठी हाइकू फुलवारी शब्दों के फूल. महकुठी महकना सुगंधित होना. हाइकू फुलवारी हाइकू आगुന്ന फुलवारी बगीचा शब्दों के फूल शब्दം വാക്കുകളാകുന്ന പൂക്കളാൽ സുഗന്ധം പരത്തുന്നു. शब्दों के फूलों के द्वारा हाइकू रूबी फुलवारी महकुठी. ആശയം ഇതാണ്, വാക്കുകളാകുന്ന പൂക്കളിലൂടെ ഹൈക്കു ആകുന്ന പൂന്തോട്ടം സുഗന്ധം പരത്തുന്നു. ഹൈക്കു വാസ്തവമേ ബഗീച്ചയ്ക്ക് സമാനമാണ്. ഹൈക്കു എന്ന് പറയുന്ന വാസ്തവത്തിൽ ഒരു ബഗീച്ചയെ പോലെയാണ്, പൂന്തോട്ടത്തിനെ പോലെയാണ്. उसका हर शब्द फूलों के समान सुगंध फैलाने वाला है. അതിലെ ഓരോ വാക്കുകളും ഓരോ വാക്കും എന്താണ്, ഫൂലോം കെ സമാൻ പൂക്കളെ പോലെ സുഗന്ധം പരത്തുന്ന ഒന്നാണ്. ഗാഗർ മേ സാഗർ ഭർക്കർ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, കുടത്തിൽ സമുദ്രത്തിനെ നിറച്ച് പാഠകോങ്കോ പ്രഭാവിത് കർണേ വാല, പഠിതാക്കളെ സ്വാധീനിക്കുന്ന പ്രഭാവം ചെലുത്തുന്ന ഹൈക്കു ഫുൽവാരിക്ക് സമാൻ ആകർഷക് ഭി ഹൈ. ഹൈക്കു പൂന്തോട്ടത്തിനെ പോലെ ആകർഷകവും ആണ്. അടുത്തത് 5ാമത്തെ പത്ഥർ നഹീം. ആദ്യത്തെ വരി ഖ്വാബോं में भी बनता താജ്മഹൽ. ഖ്വാബോं में भी बनता 2ാമത്തെ വരി, താജ്മഹൽ 3ാമത്തെ വരി. ഖ്വാബ് എന്ന് പറഞ്ഞാൽ സ്വപ്ന. താജ്മഹൽ അറിയാം, ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നാണ്. കേവലം കല്ലറയല്ല താജ്മഹൽ. പത്ഥർ നഹീ ഹൈ വ ഖ്വാബോं में भी बनता താജ്മഹൽ. സ്വപ്നങ്ങളിൽ നമുക്ക് താജ്മഹൽ നിർമ്മിക്കാം. ആശയം എന്താ നോക്കാം. താജ്മഹൽ പത്തർ സംഗമർമർ സെ നഹീം ബനാ ഹൈ. നിങ്ങൾക്കറിയാമല്ലോ, താജ്മഹൽ മുംതാസ് മഹൽ, ബീവിയായ മുംതാസ് മഹലിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഷാജഹാൻ നിർമ്മിച്ചതാണെന്ന് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ താജ്മഹൽ സംഗമർമർ എന്ന മാർബിൾ കേവലം മാർബിൾ ആകുന്ന കല്ലിൽ നിർമ്മിച്ച ഒന്നല്ല. മഗർ സ്വപ്നവും സേ ബനായ, സ്വപ്നങ്ങളാൽ നിർമ്മിച്ച ഒന്നാണ് താജ്മഹൽ. താജ്മഹൽ കഭി നിർജീവ് പത്തർ കാ സ്മാരക നഹീ കഹാ ജായേഗാ. ഒരിക്കലും നിർജീവമായ ജീവനില്ലാത്ത കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു കുടീരമാണെന്ന്, നമുക്ക് സ്മാരകമാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പ്രേം और धड़कते हृदय का जीता स्मारक कहलाएगा. അത് സ്നേഹത്തിന്റെയും പ്രേമത്തിന്റെയും ധടക്കത്തെ ധടക്കൻ ഹൃദയിക്കാൻ ധടുക്കൻ നെഞ്ചിടിപ്പ്, നെഞ്ചിടിക്കുന്ന അല്ലെങ്കിൽ ഹൃദയിക്ക ധടക്കൻ സ്പന്ദന, ഹൃദയ സ്പന്ദനത്തിന്റെയും പ്രേമത്തിന്റെ അനിർവചനീയമായ ഉദാത്തമായ ആ ഹൃദയത്തിലെ വികാരത്തിന്റെ ജീതാ സ്മാരകം, ജീവനുള്ള സ്മാരകമെന്ന് പറയാം. ദോഹ. അപ്പം നിങ്ങൾക്ക് ആശയം മനസ്സിലാക്കണമെങ്കിൽ വീണ്ടും വീണ്ടും കേൾക്കേണ്ടി വരും. ഓക്കെ, പിന്നെ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് നോക്കാം. പേജ് നമ്പർ 21. ഞാൻ പറഞ്ഞൊരു സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ ആണെന്ന് മുൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പുറത്തെ ചോദ്യം അടുത്ത പേജിൽ ഉത്തരമായിട്ട് കാണും. 21 പേജിലെ ചോദ്യങ്ങൾ 23ാമത്തെ പേജിൽ ഉത്തരങ്ങളായിട്ടുണ്ട്. നോക്കാം. 1 നദി ക്യോം ലാപത്താ ഹൈ ബർസാത്ത് കെ അഭാവമേ. ഉത്തരം എന്താണ്? മഴയില്ലാത്തതുകൊണ്ട് നദി കാണുവാനില്ല. 2 മോംബത്തി की रात कैसे बीत जाती है. അതിന്റെ ഉത്തരം മോംബത്തി की रात आंसुओं से बीत जाती है. മെഴുകുതിരിയുടെ രാത്രികൾ കണ്ണുനീരിലാണ് കുതിർന്നിരിക്കുന്നത്. ആ കണ്ണുനീർ എന്താണെന്ന് അറിയാമല്ലോ, ഭാവം മനസ്സിലായല്ലോ. കരയുന്ന കണ്ണീരല്ല ഉദ്ദേശിക്കുന്നത്, മെഴുകി തന്നെ സ്വയം വീണ്ടും മെഴുകായിട്ട് വിലയം പ്രാപിക്കുന്നു. 3 ഭൗര കിസ്കോ അപ്നി വ്യഥാ സുനാത്ത ഹൈ. 3 ഭൗര ഫൂലോ കോ അപ്നി വ്യഥാ സുനാ. വ്യഥ എന്ന് പറഞ്ഞാൽ ദുഃഖ, സുനാത്ത പൂക്കളെയാണ് ദുഃഖം കേൾപ്പിക്കുന്നത്. 4 ശബ്ദോं के फूल से क्या महकुठी. അതിന്റെ ഉത്തരം ഹൈക്കു രൂപി ഫുൽവാരി കെ ഫൂൽ ഹൈ. ഹൈക്കു ആകുന്ന പൂന്തോട്ടത്തിലെ പൂക്കളാണ്. 5 താജ്മഹൽ കൈസെ ബൻതാ. താജ്മഹൽ സ്വപ്നവും സെ ബൻതാ. താജ്മഹൽ സ്വപ്നങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കുന്നത്. ഇനി അടുത്ത ടൈപ്പ് ചോദ്യം, വിശ്ലേഷണാത്മക പ്രശ്നം. പരീക്ഷയ്ക്ക് 2 മാർക്കിന്റെ 3 ചോദ്യങ്ങൾ ഉണ്ടാവും. അത് ഇതിൽ നിന്നാണ് വരിക, പഠിച്ചോണം. പ്രത്യേക ഹൈക്കു കാ വിശ്ലേഷൺ കരേ और उत्तर लिखे. बरसात का पता नहीं क्यों. ഒന്നാമത്തെ ചോദ്യം. അതിന്റെ ഉത്തരം മനുഷ്യദ്വാര പ്രകൃതി ശോഷൺ. മനുഷ്യനെ കൊണ്ട് പ്രകൃതിയുടെ ചൂഷണം കൊണ്ടാണ് മഴയെ പോലും കാണാനില്ലാത്തത്. 2 മോംബത്തി की रात आंसुओं में. इसका मतलब क्या है. മെഴുകുതിരിയുടെ രാത്രി കണ്ണുനീരിൽ. ഇതിന്റെ ആശയം എന്താണ്? 2 मोमबत्ती अपने शरीर को गलाकर रात में प्रकाश फैलाती है. रात भर
ഗൽ ഗൽ കർ വ സ്വയം മിറ്റ് ജാത്തി ഹൈ. മോമബത്തി തന്റെ ശരീരത്തിനെ കത്തിച്ചുകൊണ്ടാണ്, ഉരുക്കിക്കൊണ്ടാണ് രാത്രി മുഴുവൻ പ്രകാശം പരത്തുന്നത്. രാത്രി മുഴുവൻ ഇങ്ങനെ ഉരുകി ഉരുകി ഒഴുകി ഒഴുകി അവൻ സ്വയം ഇല്ലാതാവുകയാണ്. 3. ഭൗര ഫൂലോं के आगे अपनी व्यथा क्यों सुनाता है? ഭൗര का सहारा फूल है. ഭൗര എന്ന ഭ്രമർ, വണ്ടുകളുടെ ആശ്രയം എന്ന് പറയുന്ന പൂക്കളാണ്. 4. हाइकू को फुलवारी क्यों मानते हैं? 4. हाइकू के प्रत्येक शब्द फूलों के समान सुंदर है और ज्ञान की सुगंध फैलाने वाला है, इसलिए हाइकू फुलवारी के समान है. ഹൈക്കൂവിന്റെ ഓരോരോ വാക്കുകൾ, പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഓരോന്നാണ് അർത്ഥം. മലയാളത്തിലെ പ്രത്യേകം പ്രത്യേകം എന്നാണ് അർത്ഥം. ഹിന്ദിയിൽ പ്രത്യേകം എന്ന വാക്കിന്റെ അർത്ഥം ഹറേക്ക്, ഓരോ ഓരോ. ഓരോ വാക്കുകളും പൂക്കളെ പോലെ സുന്ദരമാണ്, സൗന്ദര്യമുള്ളതാണ്. और ज्ञान की सुगंध फैलने वाला है, അറിവാകുന്ന സുഗന്ധം പരത്തുകയാണ്. इसलिए ഹൈക്കു ഫുൽവാരി. അതുകൊണ്ടാണ് ഹൈക്കൂനെ ബഗീച്ചെ കെ സമാൻ कहता है, പൂന്തോട്ടത്തിന് സമം എന്ന് പറയുന്നത്. 5. അഞ്ചാമത്തെ ചോദ്യം, ख्वाबों का ताजमहल से क्या तात्पर्य? ख्वाबों के ताजमहल से സ്വപ്നങ്ങളാകുന്ന താജ്മഹൽ പ്രേം കാ സ്മാരക് ഹൈ. താജ്മഹൽ എന്ന് പറയുന്നത് പ്രേമത്തിന്റെ ഒരു സ്മാരകമാണ്. ഉസേ പത്തർ കാ സ്മാരക് കഹന ഉചിത് നഹീ ഹൈ. അതിനെ കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു സ്മാരകമായിട്ട് പറയുന്നത് ഒരിക്കലും ഉചിതമല്ല. പ്രേമി പ്രേമികായും അപ്പനെ മത്തുമേയും താജ്മഹൽ ബനാത്തെ ഹൈ. പ്രേമി പ്രേമികമാര് അപ്പനെ മത്തുമേ, തങ്ങളുടെ അഭിപ്രായത്തിലാണ് താജ്മഹൽ ഉണ്ടാക്കുന്നത്. വഹ്തോ ഖ്വാബോ കാ താജ്മഹൽ ഹൈ. അത് ശരിക്കും പറഞ്ഞാൽ സ്വപ്നങ്ങളാകുന്ന താജ്മഹലാണ് പ്രേമി പ്രേമികമാരെ സ്വയം പരസ്പരം നിർമ്മിക്കുന്നത്. റൊമാൻറ്റിക് ലവ്, അതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. പ്രണയിനി ആധുനികരായ യുവാക്കൾക്കിടയിൽ, യുവമിഥുനങ്ങൾക്കിടയിലെ സ്നേഹം, സ്വപ്നങ്ങൾ കൊണ്ടും താജ്മഹൽ നിർമ്മിക്കാം എന്നുള്ള ഉദാത്തമായ ഭാവനയാണ് കവി ഇവിടെ വർണ്ണിക്കുന്നത്. ഇനി ഈ പാഠത്തിലെ അടുത്തത് കവി പരിചയം മാത്രമേ ഉള്ളൂ. പ്രൊഫൈൽ എഴുതുക, ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സും എഴുതുക. ഇത്ര എഴുതി കഴിഞ്ഞാൽ ഈ ഹൈക്കു എന്ന് പറയുന്ന പാഠം പൂർണ്ണമാവുകയാണ്. വളരെ ചെറിയൊരു പാഠമാണ്. ഓരോ പാഠത്തിന്റെ ഭാവാർത്ഥം മനസ്സിലാക്കാൻ 5 മാർക്കിന്റെ ചോദ്യം പരീക്ഷയ്ക്ക് ഹൈക്കുവിൽ നിന്ന് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ 2 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ വരാതിരിക്കാം. അപ്പം ഇതിന്റെ നോട്ട്സ് നമുക്ക് പിന്നീട് അയച്ചു തരാവുന്നതാണ്. നിങ്ങൾ വീണ്ടും വീണ്ടും കാണുക. ഈ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷവുമുണ്ട്. തീർച്ചയായിട്ടും അടുത്ത പാഠവുമായി മറ്റൊരവസരത്തിൽ കാണാം. ധന്യവാദം.